ഹായ് ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം എല്ലാവർക്കും? നമ്മൾ കുറെ ആയില്ലേ വീഡിയോ ചെയ്തിട്ട്. ചെയ്യാനേതാ നല്ല ബിസിയിലാണ്. ഒത്തിരി വർക്ക് ഉണ്ട്. കണ്ടില്ലേ, കുറെ വർക്കുകളാണ്. അപ്പൊ എല്ലാ ഓഫീസ് വർക്കും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വർക്കിന്റെ ഇതിലാണ്. അൽഹംദുലില്ലാഹ് നിങ്ങളോടൊക്കെ പ്രാർത്ഥന കൊണ്ട് നമ്മൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. തീർച്ചയായിട്ടും എന്റെ ദുആയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ട്. പിന്നെ ഞാനിപ്പോ വന്നിട്ടുള്ള വിഷയം ഇപ്പൊ അതൊന്നല്ല. നമ്മള് കുറെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നിട്ടാ. ആ വീഡിയോ ഏകദേശം 48K കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഇപ്പൊ ഒരാള് നമ്മളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്തു ഇന്നലെ. പൊന്നാനി എന്നാണ് ആളെ പേര്. ഞാൻ ഇപ്പൊ പറയുന്നില്ല, അത് അവർക്കൊരു വഷളത്തരാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോ ആരായാലും അത് ആ ടീമിന്റെ ഒരു വേണ്ടപ്പെട്ട ആളാണ്. അതായത് ചാനല് പ്ലാൻ ബി എന്ന് പറഞ്ഞ ചാനലിനെ പറ്റിയിട്ട്, അതിലെ ഖദീജാനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ ചെയ്തിരുന്നു, അവരും ചെയ്തിരുന്നു. അപ്പൊ ആ വീഡിയോ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, ഇഷ്യൂ ഉള്ളത് കാരണം ആ വീഡിയോ 48K അങ്ങനെ പോയിരുന്നു. അപ്പൊ ഇന്നലെ ഒരു കോള് വന്നപ്പോ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, നിങ്ങള് ആദ്യം പിന്നെ ഒരു ഭീഷണി സ്വരത്തിലാണ് പറഞ്ഞത്. എന്ന് വെച്ചാല് ആദ്യം പറഞ്ഞത്, നിങ്ങൾ ആ വീഡിയോ ഒന്ന് ഡിലീറ്റ് ചെയ്യണം, ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് നമുക്കൊരു പ്രോബ്ലം ആവുന്നുണ്ട്, നിങ്ങളെ വീഡിയോ ആണ് കൂടുതൽ. ഞാൻ പറഞ്ഞു, ഞാനായിട്ട് വീഡിയോ ചെയ്തതല്ലല്ലോ, ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്തതെന്ന് എടുത്തിട്ട് ഞാൻ വീഡിയോ ചെയ്തതാണ്. അതില് അവരെ ചാനലിലും വീഡിയോ ചെയ്തിരുന്നു. അതൊക്കെ എടുത്തിട്ടാണ് ഞാൻ എന്റേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻസ് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പം പറഞ്ഞ അത് പിന്നെ കേസ് കൊടുത്താൽ അങ്ങനെ ആവും, അങ്ങനെ കേസിന്റെ കാര്യമൊന്നും നമ്മളോട് പറയണ്ട. അപ്പം ഞാൻ അതൊന്നും പറഞ്ഞില്ല. അവര് പുള്ളിക്കാരൻ ചിലപ്പം മനസ്സിലാക്കിയിട്ടുണ്ടാവും, പിന്നെ കേസ് കൊടുത്താൽ ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കും വറക്കും എന്നൊക്കെയുള്ള ഒരു വ്ളോഗർ ആയിരിക്കുമ്പം, പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെയുള്ള ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും 1-2 പ്രാവശ്യമെങ്കിലും സ്റ്റേഷനിൽ നിന്ന് കയറുക, വിളിയ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂസ് വരും എന്നുള്ള ഒരു ധാരണയോട് കൂടെ തന്നെ ആയിരിക്കും അവരൊക്കെ ഈ വീഡിയോ ചെയ്യാൻ നിൽക്കുന്നതും. അപ്പോ എന്തായാലും അത് റിയാക്ഷൻ വീഡിയോക്കുള്ള ഒരു സംഭവമാണ്. അപ്പൊ അത്ര ധൈര്യമുള്ളവരൊക്കെ തന്നെ അത് ചെയ്യുള്ളൂ. പിന്നെ നമ്മള് ആരതും ഇല്ലാത്ത കഥകളോ അല്ല ഉണ്ടാക്കി പറഞ്ഞതോ, അല്ലെങ്കിൽ വേറെ മനഃപൂർവ്വം കെട്ടിച്ചമച്ചതോ, അല്ലെങ്കിൽ അവര് വീട്ടിൽ പോയിട്ട് നമ്മൾ രഹസ്യങ്ങൾ എടുത്തിട്ട് അത് ചോർത്തിയതോ, അത് പരസ്യമാക്കി വിട്ടതോ ഒന്നുമല്ല. നമ്മള് അവര് പറയുന്ന ഇത് കേട്ടപ്പോ നമുക്കത് വല്ലാത്തൊരു വിഷമായി. അങ്ങനെയുള്ള ഒരു സംഭവം അറിഞ്ഞപ്പോൾ നമ്മൾ അത് അതിനനുസരിച്ചിട്ടുള്ള നമ്മളതായിട്ടുള്ള ഒരു അഭിപ്രായം, പെൺകുട്ടികളുള്ള തള്ളയാണ് നമ്മളും. അപ്പൊ ആ രീതിക്ക് അനുസരിച്ച് നമ്മളതായിട്ടുള്ള ഒരു അഭിപ്രായങ്ങൾ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ അതായത് ഓവറായിട്ട് ഫ്രീഡം കൊടുക്കുമ്പം അങ്ങനെയൊക്കെ തന്നെയാണ്, ചാടാനും ഓടാനൊക്കെ തോന്നും. അതൊക്കെ വേറെ കാര്യം. അവിടെ പോയതിലും ഇനിയിപ്പോ അവിടുന്ന് ചാടാനും വേറെ തോന്നിക്കൂടാ ഇല്ല. അപ്പം ഖദീജ എന്ന് പറയുന്ന അവരെ പറ്റിയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പോ അത് എന്നോട് പിന്നെ ഒരു റിക്വസ്റ്റ് ആയിട്ട് വാട്സപ്പിൽ മെസ്സേജ് വിട്ട്, കാല് പിടിച്ച് പറയാം, കൈ പിടിച്ച് പറയാം, നിങ്ങൾക്ക് ഞങ്ങളെ ജീവിതമാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു. പോയിക്കോട്ടെ, ഓക്കെ. ആ കാരണത്താൽ അവർ ജീവിതം ഇതിൽ പോകണ്ട. നമ്മൾ എന്താണ് എന്നുള്ളതാണ് അവിടെ വിഷയം വരുന്നത്. ഇപ്പൊ നമ്മൾ ഒരാൾ അങ്ങനെ പറഞ്ഞിരിക്കണം, മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞിരിക്കണം. പിന്നെ ചിലവർക്ക് അങ്ങനെ തോന്നാം, എല്ലാം ആ ലെവലിലൊക്കെ വിട്ട് പിന്നെ അതിൽ നിന്നൊക്കെ വിട്ട് പോന്നിട്ട് നമ്മൾ വേറെ രീതിക്ക് പോകുമ്പോൾ അത് ഇങ്ങനെ ഇതാവണുണ്ട്, അപ്പൊ മറ്റുള്ളവർ കണ്ടിട്ട് അത് പറയുന്നുണ്ടെന്ന്. അത് പലരും പലതും പറയും. ഇനിയിപ്പോ നമ്മൾ നന്നാവാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നല്ല രീതിയിൽ ജീവിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളതൊന്നും ഒരു വിഷയമല്ല. ആരെന്ത് പറയുന്നു, ആരെന്ത് ചെയ്യുന്നു നോക്കേണ്ട ഒരു ആവശ്യമില്ല. ആര് സർട്ടിഫിക്കറ്റിനും കാത്തിക്കേണ്ട ആവശ്യമില്ല. നമ്മളാണ് അല്ലെ. നമുക്ക് നന്നാവണമെന്ന്, നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് അത് നന്നാക്കാനും അവരെ തെറ്റിദ്ധരുത്താനും മറ്റുള്ളവരും പോയിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷെ ഇത് ഉണ്ടായിരുന്ന കാര്യം നമ്മൾ അങ്ങനെ പറഞ്ഞെന്നുള്ളൂ. അത് ആ ഒരു കാര്യം, ആ ഒരു വീഡിയോ കാരണം അവർക്ക് അതൊരു എന്താ പറയാ, അവരുടെ ജീവിതത്തിന് ഒരു വിഷയമാണെങ്കിൽ അത് നമ്മളായിട്ട് അത് ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനത് പ്രൈവറ്റ് ആക്കി വെച്ചു. എന്റേതും വേറെ ഏதாவது ഡോക്ടർ ഉണ്ട് അത്രേ. ആ ഡോക്ടർ ഞാൻ നോക്കിയപ്പോ പലവരും വീഡിയോസ് ഉണ്ടായി. ഞാനിപ്പോ അത് ലിങ്ക് ഇപ്പൊ അവർക്ക് ഇട്ട് കൊടുക്കാനുമില്ല, അങ്ങനെ തെരഞ്ഞെടുക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ പ്ലാൻ ബി എന്ന് അടിച്ചു നോക്കിയപ്പോ തന്നെ ഇഷ്ടംപോലെ അതില് പിന്നെ വരുന്നുണ്ട്. ഖദീജ ഇഷ്യൂ അതിൽ തന്നെ കാണിച്ചിട്ട് ഇഷ്ടംപോലെ വീഡിയോസ് വരുന്നുണ്ട്. ഞാനത് കാണിക്കാനും പറയാനും ചെയ്യാനും ലിങ്ക് ഇട്ട് കൊടുക്കാനും നിന്നിട്ടില്ല. കാരണം സമയമില്ല. എന്തിനാപ്പ ഇത്? അപ്പൊ മറ്റുള്ളവരെ ഇതിലേക്ക് ഇങ്ങനെ ഇടപെടേണ്ട. ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്യാൻ ഓരോ കണ്ടന്റ് ഞാൻ എടുത്തു വെക്കും. സമയം കിട്ടൂല അത് വിളിച്ചു പറയാനോ അല്ല വീഡിയോ ചെയ്യാനോ ഇതാക്കാനോ. സത്യം അതാണ്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ നമ്മളാല് അങ്ങനെ ഒരു ഇഷ്യൂ അവർക്ക് ഉണ്ടാവണ്ട എന്ന് വിചാരിച്ചിട്ട് 48K റീച്ച് ആയി കിടക്കുന്ന ചാനൽ വീഡിയോസ് തന്നെ നമ്മളത്
പ്രൈവറ്റ് ആക്കി വെച്ച്. അത്രേ ഉള്ളൂ. അപ്പൊ ആ കാര്യം നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ടായി ചെറിയൊരു വീഡിയോ ചെയ്തിട്ടാ. അപ്പം അവര് നല്ല രീതിയിലൊരു ജീവിതം തുടങ്ങുന്നുണ്ടായിരിക്കാം. എന്തായാലും അതിലെങ്കിലും ഉറച്ചു നിൽക്കട്ടെ, നല്ല രീതിയിൽ ജീവിക്കട്ടെ. ഇനിയിപ്പോ ഈ വീഡിയോ ഇട്ടതിന് വേണ്ടിയിട്ട് വേറെ രീതിയിലൊന്നും വരണ്ട. കാരണം ജസ്റ്റ് ഇതെങ്കിലും ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എന്റെ റീച്ചായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോസ് ആയിരുന്നു അത്. അപ്പൊ ഞാനത് എന്തിനത് പ്രൈവറ്റ് ആക്കി എന്നുള്ളത് പിന്നീട് അത് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് ആണ്, അത് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോസ് ആണ്. അപ്പൊ അതൊരു വിഷയമാണ്. അപ്പൊ മാത്രമല്ല ഞാനത് എഫർട്ട് എടുത്ത് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ അത് ഇത്രയും കാലം ഓടിക്കൊണ്ടിരിക്കുന്ന പെട്ടെന്ന് നമ്മൾ പ്രൈവറ്റ് ആക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു കാര്യം പറയണ്ട. അപ്പൊ ഭീഷണി സ്വരത്തില് പറഞ്ഞപ്പോ ഞാനത് എനിക്കാണോ നീ ബ്ലോഗേഴ്സിന് ഞങ്ങൾക്ക് വേണ്ടി നീ കേസ് കൊടുക്കണോ എന്ന് ചോദിച്ചു. പിന്നെ പറഞ്ഞു അത് അങ്ങനല്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കി. പോട്ടെ, അത് പിന്നെ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ വെരി 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 ഡേഞ്ചർ. അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഒരൊറ്റ വാക്കാലെ നല്ല രീതിയിൽ നിൽക്കുന്ന മനുഷ്യന്മാരൊക്കെ അങ്ങോട്ട് തരം താഴ്ത്തിട്ട് ഇതാക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടാണ്. എന്നാ ഒരൊറ്റ പ്രവൃത്തിയാലെ ഒറ്റ പോയി കിടക്കുന്ന എന്താ പറയാ, അത്രയും ബാഡായിട്ടുള്ള അത്രയും ഇതായിട്ട് റോങ് ആയിട്ട് നടക്കുന്ന ആൾക്കാരും ഹീറോ ആക്കി വിടുന്നതും സോഷ്യൽ മീഡിയ തന്നെയാണ്. അപ്പൊ പുകഴ്ത്താനും ഇകഴ്ത്താനും ഒക്കെ സോഷ്യൽ മീഡിയ ഏറ്റവും ബെറ്റർ ആണ്. അപ്പൊ അതിന് എല്ലാത്തിനും ഒതുങ്ങുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു വിധം കണ്ടായ പെൺകുട്ടികളൊക്കെ ആകുമ്പം കാണാനഴകും ഇതൊക്കെ നമ്മളൊക്കെ അങ്ങനെയൊക്കെ തന്നെ വന്നവരെന്നാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അഴിഞ്ഞാടിയാൽ നമുക്ക് എന്താ പറയാ, കൂത്താടാതാക്കാന്ന് പറഞ്ഞ ഫുൾ മേക്കപ്പും പിന്നെ എന്താ പറയാ ആ ലെവലിലൊക്കെ ഉണ്ട് ജീവിച്ചു വരുമ്പം ആ ഒരു ഫ്രീഡം കൊടുത്ത് കണ്ട് പോരുമ്പം പിന്നെ സോഷ്യൽ മീഡിയ ആണ്, ഇതിൽ കൂടെ കമന്റുകളും മറ്റുള്ള വരും, പിന്നെ റീച്ച് ആവും, പിന്നെ വൈറലാവും. അങ്ങനെയൊക്കെ സംഭവം വരുമ്പോൾ നമ്മൾ ആരൊക്കെ ആണ് എന്തൊക്കെയോ ആണ് ഞങ്ങൾ എവിടെ എത്തിക്കണം എന്നുള്ള തോന്നലില് അറിയാതെ അഹങ്കാരങ്ങൾ വന്നു പോകും. അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് എന്തും ചെയ്യാനുള്ളൊരു ഇത് വരുന്നത്. അപ്പൊ ഇത് ജീവിതമല്ല, ഇതല്ലാതെ ഇതിലും ബെറ്റർ വേറെ കിട്ടുന്നുണ്ട്. അങ്ങനെ 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 മേലക്കാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തോ ആവട്ടെ, ഇനി പോയുന്ന ജീവിതത്തിലെങ്കിലും നല്ല രീതിയിൽ ജീവിക്കട്ടെ. അപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു വീഡിയോ കണ്ടിരുന്നു. ആരുടെയോ ഒരാളെ വീഡിയോ കണ്ടിരുന്നു. പിന്നെ വിവാഹം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഖദീജാന്റെ രണ്ടാമത്തെ വിവാഹം എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിരുന്നു. അപ്പൊ ആ ലെവലില് അവര് നല്ല രീതിയിൽ ഇനിയിപ്പോ ജീവിക്കാൻ പോകുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ടീമിന് അതൊരു കുറച്ചിലായിട്ട് വീഡിയോ പുറത്തു കൂടെ ഓടുന്നുണ്ടെങ്കിൽ അതൊരു കുറച്ചിലായിട്ട് അവർക്ക് തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷെ അറിയേണ്ടവർ 48K എന്ന് പറഞ്ഞാല് നമ്മളത് മാത്രമല്ലല്ലോ, എത്ര പോരെ ആൾക്കാർ ഇത് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ അത്രേ ജനങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അത്രയും ആൾക്കാർ ഇത് അറിഞ്ഞും ചെയ്തിരിക്കണം. അവര് പ്ലാൻ ബി ചാനലിൽ തന്നെ അത് പറഞ്ഞും ചെയ്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിരിക്കണു. ഇനിയിപ്പോ ഓടിക്കണോ ഓടിയിട്ടില്ലെങ്കിലൊക്കെ ഒരു വിഷയമല്ല. അപ്പം എന്തായാലും അവർക്ക് നല്ലൊരു ജീവിതം ഇനി അക്കാരണത്താൽ കിട്ടട്ടെ. നമ്മളെ വീഡിയോ കാരണം അവരെ മനസ്സമാധാനം, അവരെ ജീവിത പ്രശ്നം ഒരു പ്രശ്നം ആവാതിരിക്കട്ടെ. അങ്ങനെയാണ് പറഞ്ഞത്. ജീവിത പ്രശ്നമാണ് താത്ത എന്ന് പറഞ്ഞിരുന്നു. ഞാനത് പ്രൈവറ്റ് ആക്കി വെച്ച്, അത്രേ ഉള്ളൂ. അപ്പൊ ഈ കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോസുമായി കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.